ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാണ്ട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരു പുതിയൊരു ഐറ്റമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നാടൻ ഒരു ഐറ്റമാണ്. എന്നുവെച്ചാൽ ഒരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഏത്തയ്ക്ക കുമ്പളപ്പം. അത് നമ്മൾ എല്ലാവർക്കും കഴിക്കാവുന്ന സാധനം. കൊച്ചുകുട്ടികൾക്കും 4 മണിക്കത്തെ ഒരു സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് 4 മണിക്കത്തെ ഒരു പലഹാരമാണ് കുമ്പളപ്പം. പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പക്ഷേ ബെല്ലൂടെ അടിച്ചേക്കണേ. നമുക്ക് ആദ്യമേ കുമ്പളപ്പം ഉണ്ടാക്കാൻ പോകുന്നതിന് ശർക്കര ഉരുക്കാനായിട്ട് പോകും. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. 1/2 കിലോ ശർക്കര കൊണ്ടാണ്. അത് നമുക്ക് പാനിയാക്കാനായിട്ട് വെക്കാം, ഉരുക്കാനായിട്ട് വെക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഉരുകിയിട്ടുണ്ട്. തീ അങ്ങ് ഓഫാക്കിയേക്കാം. പിന്നെ നമുക്ക് അരിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ 1 കിലോ ഏത്തയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നെട്ടും പാലും ഒക്കെ എടുത്ത് കളഞ്ഞാണ് ഇത് നമ്മൾ അപ്പപാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം പുഴുങ്ങാനായിട്ട്. എന്നിട്ട് ഇവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. വേഗട്ടെ. എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒന്ന് ആറാനായിട്ട് താത്ത് വെച്ചേക്കാം. അടുത്ത് നമുക്ക് ശകല അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഉണ്ട്. അതൊന്ന് വറക്കാനായിട്ട് പോവാം. ആദ്യം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായോട് ഒന്നിച്ചങ്ങിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഇതിൻ്റെ അകത്ത് നമ്മൾ കോരി എടുക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഏത്തയ്ക്ക തണുത്തിട്ടുണ്ട്. തണുത്ത ഏത്തയ്ക്ക നമുക്ക് ഇതിനകത്തോട്ട് പൊളിച്ച് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് പൊളിച്ച് ഈ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഏത്തയ്ക്ക പൊളിച്ച് കഴിഞ്ഞു. നമുക്ക് ഇവനെ ചതച്ചെടുക്കാം. ഏത്തയ്ക്ക നെയ്ക്കകത്തിട്ട് വഴത്തി അണ്ടിപ്പരിപ്പും മുന്തിരിക്ക എല്ലാം കൂടെ ഒന്ന് ഇത് തന്നെ എടുത്ത് തന്നെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. സൂപ്പർ സാധനം. ഏത്തയ്ക്ക നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഒരു 300 ഗ്രാം അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കിയ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേനും എല്ലാം കൂടെ വലിയ പ്രയാസമാണ് ഇളക്കാനായിട്ട്, കട്ട പിടിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നല്ല ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 1/2 ടീസ്പൂണ് ചുക്കുപൊടി നമുക്ക് ഇട്ട് കൊടുക്കുക. ഏലക്കായും പഞ്ചസാരയും ചെറിയ ജീരകം കൂടാണ്. അത് കുറച്ചേ ഉള്ളൂ. അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ കൊണ്ട് ഒരു തേങ്ങയുടെയാണ് അത് ചിരണ്ടിയത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുത്തേക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് പാനി കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ശർക്കര പാനി. പിന്നെ ഗോതമ്പ് പൊടിയാണ്. നമ്മൾ 300 ഗ്രാം ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. വെള്ളമൊക്കെ കറക്റ്റാണ്, പരുവത്തിനാണ് പാനിയൊക്കെ എടുത്തത്. നല്ലപോലെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. നല്ല മിക്സ് ആകത്തില്ല. സ്പൂൺ കൊണ്ട് ഇട്ടാൽ മിക്സ് ആകത്തില്ല. കുമ്പളപ്പത്തിനുള്ള ഇലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കുമ്പളല. ഇത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ കൂട്ടിയിട്ട് ആവശ്യത്തിനുള്ള നമ്മൾ ഇതിനകത്തോട്ട് കുഴച്ച് വെക്കുക. കുഴച്ച് വെച്ചിട്ട് ഈ മാവ് കൊണ്ട് ഈ മാവ് ഇങ്ങനെ അടച്ച് വെക്കുക. ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. റെഡിയായി. ഇവനെ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കാണാം. ഇത്തിരി ഉണ്ടാക്കാനുണ്ട്. ഇവനെ റെഡിയാക്കാം. കുമ്പളയിലയിൽ മാവെല്ലാം സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇവനെ വേവിക്കാനായിട്ട് നമുക്ക് പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം.
വേകാനായിട്ട് പാത്രത്തിൽ എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവനെ അടച്ചു കൊടുക്കാം, വേഗട്ടെ. ഇതിനെ നമുക്ക് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം. ഇതൊരു മണമാണ് ഇത്. നല്ല വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചൂടാറാനായിട്ട് ഓരോന്നായിട്ട് കുത്തി ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. കുമ്പളപ്പത്തിൻ്റെ മണം സൂപ്പർ മണം. ഈ അയൽവക്കാരൊക്കെ ഓടി വരാൻ തുടങ്ങി കുമ്പളപ്പത്തിൻ്റെ മണം കേട്ടോണ്ട്. ഇതാണ് സാധനം. നല്ല വെന്തിട്ടുണ്ട്. ഇവനെ നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. ഇല്ല, പൊളിച്ചപ്പം തന്നെ എന്നാ സ്മെല്ലടാ. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം. അവിടെ അയൽവക്കത്തു നിന്ന് ആൾക്കാരൊക്കെ ഓടി വരുന്നുണ്ട്. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഏത്തക്കാപ്പ കുമ്പളപ്പം എന്ന് പറയാൻ സൂപ്പർ സാധനമാണ്. പിള്ളേർക്കൊക്കെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ അമ്പമ്പോ സൂപ്പർ ഐറ്റം. മധുരവും ആ ശർക്കരയുടെ ഒക്കെ മധുരം കറക്റ്റാണ്. ഏത് പഞ്ചസാര കഴിക്കാത്തവരെ ഏറ്റവും നല്ല സാധനമാണ് ശർക്കര. അപ്പോൾ ശർക്കരയുടെ ഒക്കെ മധുരം കറക്റ്റ് മധുരമായി കുമ്പളപ്പത്തിന് ഇട്ടിരിക്കുന്നത്. ഏത്തപ്പഴത്തിൻ്റെയും ആ ചുക്കും കുരുമുളക് ഏലക്കയൊക്കെ ഇട്ട് നല്ല സൂപ്പർ സാധനമാണ്. മസാലയൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അമ്മ ഒക്കെ പണ്ട് ഉണ്ടാക്കുമായിരുന്നു, കുമ്പളപ്പം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം പിള്ളേർക്ക് ഇത് അറിയത്തില്ല എന്താണെന്നുള്ള ഇതെല്ലാവരും കുമ്പളയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിൽപ്പുണ്ട്. ഏത്തക്ക ആണേലും പഴമാണേലും ചക്ക. ഇപ്പം ചക്ക കിട്ടാനില്ല, അതുകൊണ്ടാണ് ഏത്തക്കായിൽ കുമ്പളപ്പം ഉണ്ടാക്കിയത്. എല്ലാവരും നല്ല വെച്ച് നോക്കുക, കഴിച്ചിട്ട് വിവരങ്ങൾ അറിയിക്കുക. ഒന്ന് കഴിച്ചു നോക്കാൻ എങ്ങനെയുണ്ടെന്ന്. ഒരു രക്ഷയില്ല. ആ രുചിയും മണവും ഒക്കെ അയൽവക്കാർ വരെ അറിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇനി കൊടുക്കണം. ഇനി അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. സബ്സ്ക്രൈബർ ചെയ്യാത്തവർ സബ്സ്ക്രൈബർ ചെയ്തേക്കണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം.